ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനും അതുപോലെ കുട്ടികളുടെ അവകാശ നിയമങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്കിൽ ഒന്നാമത്തേതാണ് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ. ഈ ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് പാസ്സായത് 1990-ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് പാസ്സായത് എന്നാണ് 1990-ലാണ് ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് പാസ്സായത്. എന്നാൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് പാസ്സായത് 1990-ലും ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നുമാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ്? 6 അംഗങ്ങളാണ് ഉള്ളത്. എന്നാൽ ഈ 6 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ കൂടിയുണ്ട്. അത് സെക്രട്ടറി ആണ്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളും. എന്നാൽ ഈ 6 അംഗങ്ങളെ കൂടാതെ തന്നെ ഒരു മെമ്പർ സെക്രട്ടറിയുമായിട്ട് ഉണ്ട്. ഈ 6 അംഗങ്ങളില് ഈ കൊടുത്തിരിക്കുന്ന ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളില് ഒരാളെങ്കിലും ഏത് വിഭാഗത്തിൽ നിന്ന് വേണം? SC/ST വിഭാഗത്തിൽ നിന്ന് വേണം. ഒരാളെങ്കിലും ഏത് വിഭാഗത്തിൽ നിന്ന് വേണം? SC/ST വിഭാഗത്തിൽ നിന്ന് വേണം. ഇനി ചെയർപേഴ്സൺ അതുപോലെ അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ എത്രയാണ്? 65 വയസ്സാണ്. അപ്പൊ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം. ഇനി വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയാണ് ആര്? ജയന്തി പട്നായിക് ആണ് വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷരാണ് ജയന്തി പട്നായിക്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക് ആണ്. ജയന്തി പട്നായിക് ആണ്. ഇനി ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം ആരാണ്? അത് ആലോക് റാവത്ത് ആണ്. ആലോക് റാവത്ത് ആണ്. ഇനി നിലവിലെ അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രേഖാ ശർമ്മയാണ്. നിലവിലെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. രേഖാ ശർമ്മയാണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിലെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്, ആദ്യ പുരുഷാംഗം ആലോക് റാവത്ത്, നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മ. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്ര മഹിളയാണ്. രാഷ്ട്ര മഹിളയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർഭയ ഭവൻ ആണ്. ഡൽഹിയിലെ നിർഭയ ഭവൻ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർഭയ ഭവനാണ്. നിർഭയ ഭവൻ. ഇനി 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചതാരാണ്? 2 തവണ അധ്യക്ഷ പദവി, അത് ഗിരിജ വ്യാസ് ആണ്. 2 തവണ അധ്യക്ഷ പദവി വഹിച്ചതാരാണ്? ഗിരിജ വ്യാസ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നും അത് ആക്ട് നിലവിൽ വന്നത് 1990-ൽ ആണ് ആക്ട് പാസ്സായത്. എന്നാൽ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. ഈ 6 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ആയിട്ടുണ്ട്. ഈ 6 അംഗങ്ങളിൽ ഒരാളെങ്കിലും എന്തായിരിക്കണം? SC/ST വിഭാഗത്തിൽ നിന്നായിരിക്കണം. ഈ അംഗങ്ങളുടെയും ചെയർപേഴ്സന്റെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. വനിതാ കമ്മീഷന്റെ പ്രഥമാധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ആദ്യ പുരുഷാംഗം ആലോക് റാവത്ത്, നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മ, പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിളയാണ്. ആസ്ഥാനം നിർഭയ ഭവൻ, ഡൽഹി. 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? ഗിരിജ വ്യാസ് ആണ്. ഗിരിജ വ്യാസ് ആണ്. ഇനി ഈ അംഗങ്ങളെയൊക്കെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരാണ്. അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പാസ്സായതെന്നാണ് 1995
സെപ്റ്റംബർ 15-നാണ് ആക്ട് പാസ്സായത്. അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പാസ്സായത് എന്നാണ് 1995 സെപ്റ്റംബർ 15-നാണ്. എന്നാൽ ആക്ട് നിലവിൽ വന്നത് അല്ലെ, വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് 1996 മാർച്ച് 14-നാണ്. മാർച്ച് 14-നാണ് നിലവിൽ വന്നത്. പാസ്സായത് 95-ലും 96-ലാണ് നിലവിൽ വന്നത്. അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ അംഗങ്ങളുടേത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എന്നാൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. 5 വർഷമാണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. ആസ്ഥാനം തിരുവനന്തപുരമാണ്. പ്രഥമ അധ്യക്ഷയാരാണ്? സുഗതകുമാരിയാണ്. പ്രഥമ അധ്യക്ഷയാരാണ്? സുഗതകുമാരിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷയാരാണ്? പി സതീദേവി. പി സതീദേവിയാണ് ഇപ്പോഴത്തെ അധ്യക്ഷ. പി സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? സ്ത്രീ ശക്തിയാണ്. സ്ത്രീ ശക്തിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീയാണ്. സ്ത്രീ ശക്തിയാണ്. നെക്സ്റ്റ്, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ്? ഗാർഹിക പീഡന നിരോധന നിയമം അത് 2005-ലാണ് നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതെന്നാണ്. 2005-ലാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. 2005-ലാണ്. ആ ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമാണ്. എന്നാൽ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആണ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 2006 ഒക്ടോബർ 26-നാണ്. ഒക്ടോബർ 26-നാണ്. 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. ഇനി ഈ നിയമപ്രകാരം ആർക്കൊക്കെയാണ് ഗുണഭോക്താക്കൾ? ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ എന്ന് വെച്ചാൽ സ്ത്രീകളും കുട്ടികളുമാണ്. നിയമപ്രകാരം ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ? സ്ത്രീകളും കുട്ടികളുമാണ്. ഇതിൽ കുട്ടിയായി പരിഗണിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടിയായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. കുട്ടിയായി പരിഗണിച്ചിരിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടിയായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 30 ദിവസമാണ്. 30 ദിവസമാണ്. ഇനി ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിലെ ഏതൊരു മുതിർന്ന അംഗത്തിൽ നിന്നും ഒരു സ്ത്രീക്ക് നേരെ അവരുടെ സുരക്ഷയ്ക്കും ജീവനും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ കുടുംബത്തിലെ ഏതൊരു മുതിർന്ന അംഗത്തിൽ നിന്നും ഒരു സ്ത്രീക്ക് നേരെ അവരുടെ സുരക്ഷയ്ക്കും ജീവനും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇനി ശാരീരികമായും ലൈംഗികവുമായിട്ടുള്ള ചൂഷണം ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ മാനസികവും വാചികവുമായിട്ടുള്ള ചൂഷണം ഉൾപ്പെടുന്നു. സാമ്പത്തികമായ ചൂഷണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? ശാരീരികവും ലൈംഗികവുമായിട്ടുള്ള ചൂഷണം, മാനസികവും വാചികവുമായിട്ടുള്ള ചൂഷണം, സാമ്പത്തികമായ ചൂഷണവും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ഈ നിയമപ്രകാരം നമ്മുടെ സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും ജില്ല തിരിച്ചിട്ട് ഒരു സെക്ഷൻ 8(1) പ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നു. അത് ഏത് പ്രകാരമാണ്? സെക്ഷൻ 8(1) പ്രകാരം. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെയും ഒന്നാം പ്രതിയാക്കി കുറ്റവിചാരണ ചെയ്യാമെന്നുള്ള ഒരു സുപ്രധാന വിധി പ്രഖ്യാപനത്തോടെ സുപ്രീം കോടതി ഗാർഹിക പീഡന നിരോധന നിയമം 2005-ലെ സെഷൻ 2Q-ൽ നിന്നും പ്രായപൂർത്തിയായ പുരുഷൻ എന്ന വാക്കാണ് നീക്കം ചെയ്തത്. അപ്പോൾ അതിൽ നീക്കം ചെയ്ത വാക്ക് ഏതാണ്? പ്രായപൂർത്തിയായ പുരുഷൻ അല്ലെങ്കിൽ അഡൽട്ട് മെയിൽ എന്നുള്ളത് മാറ്റി അവിടെ സ്ത്രീയെയും കൂടി ചേർത്തു. കാരണം എന്താണ്? ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരെയും അതിൽ ഉൾപ്പെടുത്തുന്നു, മുതിർന്ന സ്ത്രീകളെയും ഈ ഇതിൽ കുറ്റവിചാരണയ്ക്ക് പ്രതിയായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തതാണ് കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സായ വർഷം ഏതാണ്? 2005-ആണ്. 2005-ആണ്. അപ്പൊ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സായ വർഷം 2005-ആണ്. അതുപോലെ നാഷണൽ കൗൺസിൽ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് അത് നിലവിൽ വന്നത് എന്നാണ്?
NCPCR നിലവിൽ വന്നതെന്നാണ് 2007 മാർച്ചിനാണ് NCPCR നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്. അപ്പോൾ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സായത് 2005-ലാണ്. NCPCR നിലവിൽ വന്നത് 2007 മാർച്ചിനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 1098 ഇന്ത്യയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. കുട്ടികൾക്കായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1098. അപ്പോൾ ഈ NCPCR എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് NCPCR. അപ്പോൾ NCPCR എന്തിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് NCPCR. ഇതിന്റെ പ്രഥമ അധ്യക്ഷയാണ് ശാന്ത സിൻഹയാണ് പ്രഥമ അധ്യക്ഷ. നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രിയങ്ക് കനുങ്കോ ആണ്. നിലവിലെ അധ്യക്ഷൻ ആരാണ്? പ്രിയങ്ക് കനുങ്കോയാണ് നിലവിലെ അധ്യക്ഷൻ. ഇതിലും ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഉള്ളത്. ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമായിട്ടാണ് ഇതിലും ഉൾപ്പെടുന്നത്. ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് 2013-ലാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. പ്രവർത്തനം ആരംഭിച്ചത് 2013 ജൂണിലാണ്. ഇതിന്റെ ആദ്യ ചെയർമാനാണ് നീല ഗംഗാധരൻ. ചെയർമാൻ അല്ല, ചെയർപേഴ്സൺ ആണ് നീല ഗംഗാധരനാണ്. അപ്പോൾ ഇതിന്റെ ചെയർപേഴ്സൺ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരനും നിലവിലെ അധ്യക്ഷൻ ആരാണ്? ചെയർമാൻ ആരാണ്? KV മോഹൻകുമാർ ആണ്. ചെയർപേഴ്സൺ അല്ല, ചെയർമാൻ ആണ് KV മോഹൻകുമാർ ആണ്. നിലവിലെ ചെയർമാൻ ആരാണ്? KV മോഹൻകുമാർ ആണ്. ഇനി ഈ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു ആക്ട് പാസ്സായി. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട്. അതാണ് പോക്സോ ആക്ട്. പാർലമെന്റ് പാസ്സാക്കിയതാണ് പോക്സോ ആക്ട്. അത് 2012-ലാണ്. പോക്സോ ആക്ട് പാസ്സാക്കിയത് 2012. ഈ കുട്ടികൾക്ക് നേരെയുള്ള ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് വധശിക്ഷ നടക്കത്തക്ക വിധം ഈ പോക്സോ നിയമങ്ങൾ ഭേദഗതി ചെയ്തതെന്നാണെന്ന് ചോദിച്ചത് 2019-ലാണ്. പോക്സോ നിയമം ഭേദഗതി ചെയ്തതെന്നാണ് 2019. അപ്പോൾ പോക്സോ നിയമം 2012-ലാണ് പാസ്സാക്കിയത്. അത് ഭേദഗതി ചെയ്തത് 2019-ലാണ്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2012 തന്നെയാണ്. ഇപ്പോൾ പോക്സോ നിയമം പാസ്സാക്കിയത് 2012-ലാണ്. കേരളത്തിൽ നിലവിൽ വന്നതെന്നാണ് 2012-ആണ്. ചൈൽഡ് ലേബർ ആക്ട് പാസ്സാക്കിയതാണ് 1986-ലാണ്. ചൈൽഡ് ലേബർ ആക്ട് പാസ്സാക്കിയത് 1986-ആണ്. നെക്സ്റ്റ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ഫ്രീ ആൻഡ് കമ്പൽസറി കൂടിയുണ്ട്. ഇവിടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. ഫ്രീ ആൻഡ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, റൈറ്റ് ഓഫ് ചിൽഡ്രൻ, അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫ്രീയും നിർബന്ധിതവും അല്ലെ സൗജന്യവും കമ്പൽസറി ആണ്. കമ്പൽസറി ആയിട്ട് കുട്ടികളെ നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണം. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് പാസ്സായതെന്നാണ് അത് 2009. അപ്പൊ റൈറ്റ് ഓഫ് ചിൽഡ്രൻസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് പാസ്സായതെന്നാണ് 2009-ആണ്. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് വന്നത് 2002-ആണ്. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് അല്ലെ വിവാഹത്തെ തടയുന്നത് ശൈശവ വിവാഹത്തെ തടയുന്ന ആക്ട് ഏതാണ്? 2002-ലാണ് നിലവിൽ വന്നത്. 2002-ലാണ്. അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു.